ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇതാദ്യമായി പ്രധാനമന്ത്രിയുടെ മേൽവിലാസം മാറാൻ പോകുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് സെൻട്രൽ വിസ്ത പ്രോജക്ടിന്റെ കീഴിൽ നിർമ്മിച്ച പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ പുതിയ കെട്ടിടത്തിന് സേവാ തീർത്ത് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ ചരിത്രപരമായ മാറ്റത്തിന് പ്രത്യേക ശുഭസമയം അഹമ്മദാബാദിൽ നിന്നുള്ള 23-കാരനായിട്ടുള്ള ജ്യോതിഷിയായിട്ടുള്ള വിശ്വ വോറയാണ് നിശ്ചയിച്ചിരിക്കുന്നത്. അയോധ്യ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിനും അദ്ദേഹം തന്നെയാണ് ശുഭസമയം നൽകിയത്. എന്തായാലും മകരസംക്രാന്തിയുടെ ശുഭകരമായ കാലഘട്ടത്തിൽ ശ്രീ ഗണേശ പൂജയും നടത്തും എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. പുതിയ ഓഫീസിലേക്ക് മാറുന്നതിന് 2 പ്രധാന സമയപരിധികളുണ്ട് എന്നുള്ളതാണ്. 2026 ജനുവരി 14, അതായത് ബുധൻ ഉച്ച കഴിഞ്ഞ് 3:33 മുതൽ 5:25 വരെ മകരസംക്രാന്തി ദിനത്തിൽ സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരരാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ആ ശുഭകരമായിട്ടുള്ള സന്ധ്യാസമയം സ്ഥാനമാറ്റത്തിന് ഏറ്റവും ഉചിതമായി കണക്കാക്കപ്പെടുന്നു എന്നാണ് ഇപ്പോൾ പ്രധാനമന്ത്രി കണക്ക് കൂട്ടുന്നത്. അങ്ങനെയാണ് ജ്യോതിഷി പറഞ്ഞിരിക്കുന്നത്. 2026 ജനുവരി 15 വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:14 മുതൽ 12:57 വരെ വിജയകരമായി കണക്കാക്കപ്പെടുന്ന അഭിജീത് മുഹൂർത്തമുണ്ട്. മറ്റൊരു ഓപ്ഷനായി ഇതും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ഒഴിവാക്കാനാകാത്ത സാഹചര്യങ്ങൾ കാരണം ഈ ദിവസങ്ങളിൽ സ്ഥലം മാറ്റം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ജനുവരി 24 ശേഷം മറ്റൊരു സമയം പരിഗണിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. പ്രധാനമന്ത്രി മോദിയുടെ ജാതകത്തിന്റെയും അധികാര സ്ഥാനത്തിന്റെയും പ്രത്യേക സംയോജനം വരുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ മുഹൂർത്തത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അത് മോദിയുടെയും അദ്ദേഹത്തിന്റെ ജാതകവുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പ്രധാനമന്ത്രി മോദിയുടെ രാശിയും ലഗ്നവും അത് വൃശ്ചികമാണ്. കൂടാതെ രാശിമാറ്റ ദിനത്തിൽ പോലും ചന്ദ്രൻ വൃശ്ചികത്തിൽ തന്നെ തുടരുമെന്നുള്ളതാണ് വിശ്വ വോറ പറയുന്നത്. ഈ കെട്ടിടം ഇന്ത്യയുടെ ശക്തി കേന്ദ്രമായി മാറാനുള്ളതാണ്. അതിനാൽ ജാതകത്തിലെ ത്രികോണത്തെയും അധികാര സ്ഥാനത്തെയും ഞങ്ങൾ അങ്ങേയറ്റം ശക്തമാക്കിയിരിക്കുന്നു. അതിനാൽ ഇവിടെ നിന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ രാജ്യത്തെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ്. പുതിയ ഓഫീസിന്റെ പേര് പ്രധാനമന്ത്രിയുടെ ഓഫീസിന് സേവാ തീർത്ത് എന്ന് അറിയപ്പെടും. PMO അല്ല. പ്രധാനമന്ത്രിയുടെ അദ്ദേഹത്തിന്റെ മുഴുവൻ സംഘവും സൗത്ത് ബ്ലോക്കിൽ നിന്ന് ഈ അത്യാധുനിക പുതിയ കെട്ടിടത്തിലേക്ക് മാറുകയാണ്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഇപ്പോഴുള്ള സ്ഥാനത്ത് നിന്ന് തുടരും. എന്നാൽ അടുത്ത 6 മുതൽ 7 മാസത്തിനുള്ളിൽ അതിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകും. ഇന്ത്യ ഗവൺമെന്റിന്റെ ജ്യോതിഷ ഇന്റലിജൻസ് കമ്മിറ്റിയിൽ ജോലി ചെയ്യുന്ന വിശ്വ വോറയുടെ ഈ മുഹൂർത്തത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് അന്തിമ മുദ്ര പതിപ്പിച്ചു എന്നും അറിയാൻ സാധിക്കുന്നു. ന്യൂസ് ഡെസ്ക്.